ഇന്നൊരു ചെറിയ യാത്രയായിട്ട് വന്നിട്ടില്ല കേട്ടോ. എവിടേക്കാണെങ്കിൽ അതിരപ്പള്ളി വഴി വാൾപ്പാറയിലേക്കാണ്. വാൾപ്പാറയിലേക്ക് യാത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ കാട്ടിലൂടെയുള്ളൊരു അടിപൊളി യാത്രയാണ് കേട്ടോ. പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു എക്സ്പീരിയൻസ് ആണ്. ഞങ്ങൾ ആദ്യം അതിരപ്പള്ളിയിൽ ജസ്റ്റ് ഒന്ന് ഇറങ്ങി ഒന്ന് റിഫ്രഷ് ആയതിന് ശേഷം വാൾപ്പാറയ്ക്ക് പോകാനുള്ള പരിപാടിയായിരുന്നു. അങ്ങനെ അതിരപ്പള്ളിയിലൊക്കെ ഇറങ്ങി അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ ചെറിയ കുളിയൊക്കെ കഴിഞ്ഞ് അതിൻ്റെ മുകളിലൂടെ ചെറിയൊരു വാക്ക് വേ ഉണ്ട്. അവിടെ നിന്ന് ആ വെള്ളച്ചാട്ടത്തിൻ്റെ അല്ല, അതിൻ്റെ ആ മുകളിലെ ഭാഗം നല്ല അടിപൊളിയായിട്ട് കാണാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ മുകളിലൂടെ നടന്ന് എക്സിറ്റിൻ്റെ വഴിയിലേക്ക് ഇറങ്ങി. ഞങ്ങൾ ചെല്ലുമ്പോൾ ഉള്ളിലധികം ആൾക്കാരുണ്ടായിരുന്നില്ലെങ്കിലും പുറത്തൊക്കെ നല്ല തിരക്കാണ് കേട്ടോ. ചുറ്റു സൈഡിൽ ഈ കളിപ്പാട്ടങ്ങൾ വിൽക്കുന്ന കടകളും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അവിടെയുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വണ്ടിയെടുത്ത് വാൾപ്പാറയ്ക്കുള്ള യാത്രയിലാണ്. നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ക്ലൈമറ്റിൻ്റെ ചേഞ്ച് മനസ്സിലാവുന്നുണ്ട്. നാട്ടിൽ നല്ല ചൂടായതുകൊണ്ട് മുകളിലേക്ക് കയറും തോറും ചൂടിൻ്റെ ഒരു കാഠിന്യം ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് ദൂരം വണ്ടിയൊക്കെ ഓടിച്ച് കാടിൻ്റെ സൈഡിലൊരു വ്യൂ പോയിന്റ് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് നിർത്തി. അതിൻ്റെ ഏറ്റവും താഴെ 2 കാട്ടുപോത്തിനെ കണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ക്യാമറയിലൊന്നും കാര്യമായിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കാട്ടുപോത്തിനെയൊക്കെ കണ്ട് വീണ്ടും യാത്ര തുടങ്ങി. അങ്ങനെ പിന്നെ ഞങ്ങൾ വണ്ടി നിർത്തിയത് ഷോളയാർ ഡാമിൻ്റെ പെൻസ്റ്റോക്ക് പൈപ്പിൻ്റെ അവിടെയായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ വണ്ടി നിർത്തിയപ്പോഴാട്ടോ ഈ പൈപ്പിൻ്റെ ഭയാനകമായ വലിപ്പം ശരിക്കും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നത്. അത്യാവശ്യം വലിപ്പം, എത്ര മുകളിൽ നിന്നാണത് വരുന്നത്. പിന്നെ ഞങ്ങളിന്ന് പോയത് കാറിലാണ് കേട്ടോ. 4 ആളുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ടും അവരുടെ കസിൻസൊക്കെ ആയിട്ടാണ് പോയത്. അപ്പോൾ ഞങ്ങൾ ഇപ്പുറത്തെ സൈഡിൽ വന്നു. ഈ പൈപ്പിൻ്റെ മൊത്തം ദൂരം നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. ഇത് പെരിങ്ങൽകൂത്ത് ഡാമിലേക്ക് പോകുന്ന, ഷോളയാർ ഡാമിൽ നിന്ന് പെരിങ്ങൽകൂത്ത് ഡാമിലേക്ക് പോകുന്ന, അതായത് കറണ്ട് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി പോകുന്ന പെൻസ്റ്റോക്ക് പൈപ്പിൻ്റെ ഭാഗങ്ങളാണ്. അങ്ങനെ അതൊക്കെ കണ്ടു, കുറേ ഫോട്ടോസൊക്കെ എടുത്ത്. ഈ ഭാഗത്തൊക്കെ കാട് ഭയങ്കര ഡ്രൈ ആണ് കേട്ടോ. പിന്നെ നല്ല വേനൽക്കാലമായതുകൊണ്ട് അതൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ലെന്നറിയാം. എന്നാലും കാട് കാണുമ്പോൾ ഇങ്ങനെ ഡ്രൈ ആയി കാണുമ്പോൾ ഒരു ചെറിയ വിഷമം. അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. ഞങ്ങളിങ്ങനെ ഓരോ വ്യൂ പോയിന്റ്സ് ഇങ്ങനെ കാണുമ്പോൾ നിർത്തിയായിട്ട് പോകുന്നത്. ഇവിടെയും നമ്മുടെ ഷോളയാർ ഡാമിൻ്റെ ഒരു ഭാഗങ്ങളൊക്കെ ഇങ്ങനെ കാണാണ്ട്. ഷോളയാർ ഡാമിൻ്റെ അവസ്ഥയും ഭയങ്കര പരിതാപകരമാണ് കേട്ടോ. ഡാമിൻ്റെ റിസർവോയറിൻ്റെ അടിവശത്ത് മാത്രമേ വെള്ളമുള്ളൂ. പിന്നെ ആ ഭാഗത്തുള്ള മരങ്ങളൊക്കെ നല്ല പുഷ്ടിയായിട്ട് വളരുന്നുണ്ട്. അതിനെ മനസ്സിലാക്കാം, ആ ഡാമിൽ വെള്ളമുള്ളത് കൊണ്ടാണ് ആ ഭാഗത്തെ മരങ്ങളൊക്കെ നന്നായി വളരുന്നത്. അവിടുന്ന് ഞങ്ങൾ യാത്ര തുടങ്ങി. മുകളിലേക്ക് കയറും തോറും ചൂടിന് നല്ലൊരു ആശ്വാസം ഉണ്ട് കേട്ടോ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ചെറിയൊരു അരുവി കണ്ടത്. അരുവിയിലധികം വെള്ളമൊന്നുമില്ല, പക്ഷേ ഉള്ള വെള്ളത്തിന് അവർ ഒരു പൈപ്പൊക്കെ ഇട്ട് നമുക്ക് കുടിക്കാൻ പാകത്തിന് എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഉണ്ടായിരുന്ന ബോട്ടിലുകളെല്ലാം ഫില്ല് ചെയ്തു. അവിടുന്ന് കുറച്ച് മുഖമൊക്കെ കഴുകി ഒന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം വീണ്ടും യാത്ര തുടങ്ങി. ഇവിടേക്ക് റോഡ് ഭയങ്കര മോശമാണ് കേട്ടോ. അപ്പോഴാണ് ഭക്ഷണം കഴിക്കാനുള്ളൊരു പ്ലാൻ ഇട്ടത്. അത് ഓൾമോസ്റ്റ് വാൾപ്പാറ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ ചെറിയൊരു ഹോട്ടൽ കണ്ടപ്പോൾ അവിടുന്ന് നല്ല അടിപൊളി നെയ്ച്ചോറും ബീഫിൻ്റെ കറിയും കിട്ടി. അങ്ങനെ അതൊക്കെ കഴിച്ചു. ഒരു ആവറേജ് ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നെയ്ച്ചോറ് നല്ല രസമുണ്ട്, ബീഫ് അത്രയും വലിയൊരു അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയില്ല. എന്തായാലും ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ യാത്ര തുടങ്ങി അധികം സമയമാകുമ്പോഴത്തേനും തേയിലത്തോട്ടങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടോ. ഇനിയുള്ള യാത്ര നമ്മൾ തേയിലകളുടെ ഇടയിലൂടെ ആയിരിക്കും. ഈ തോട്ടങ്ങളുടെ ഇടയിലൂടെ യാത്ര എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക രസം തന്നെയാണ് കേട്ടോ. പോകുന്ന വഴിക്ക് ഷോളയാർ ഡാമിൻ്റെ അടിയിൽ നിന്നുള്ളൊരു വ്യൂ നമുക്ക് കണ്ടു തുടങ്ങിയിട്ടോ. എന്തായാലും ഈ റോഡ് നേരെ പോകുന്നത് ഡാമിൻ്റെ സൈഡിലൂടെ തന്നെയാണ്. ഇവിടെയൊക്കെ ഞങ്ങൾ എത്തുന്നത് ഓൾമോസ്റ്റ് നട്ടുച്ചയ്ക്കാണ് കേട്ടോ. ആ സമയത്തും അവിടുത്തെ ക്ലൈമറ്റ് വലിയൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. എന്നാൽ അത്ര വലിയൊരു തണുപ്പുണ്ടെന്ന് പറയാൻ പറ്റില്ല, എന്നാലും ചെറിയൊരു തണുപ്പുണ്ടായിരുന്നു. ഇതാണ് ഷോളയാർ ഡാമിൻ്റെ വെള്ളം പോകുന്ന ബ്രിഡ്ജ്. ഡാം ഷട്ടർ തുറന്നു കഴിഞ്ഞാൽ വെള്ളം പോകുന്ന ബ്രിഡ്ജാണ് കേട്ടത്. അവിടെ എത്തിയപ്പോഴാണ് ഞങ്ങൾ 1-2 സാധനങ്ങൾ അവിടെ കണ്ടത്. ഇത് ഡാമിൻ്റെ സൈഡാണ്. അപ്പോൾ ചാമ്പയ്ക്ക കണ്ടു. ചെറിയൊരു പാക്കറ്റ് ചാമ്പയ്ക്ക വാങ്ങി. അധികം പഴുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും കുഴപ്പമില്ല. 50 രൂപയാണ് അതിന് റേറ്റ് വരുന്നത്. അതിന് തൊട്ടപ്പുറത്ത് ഈ തേനിൻ്റെ അടകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിൽ മൊത്തം ഈച്ചകളൊക്കെ വന്നിരുന്ന് ആകെ അലമ്പാക്കിയിട്ടുണ്ട്. പക്ഷെ അത് എന്താണ് ഇങ്ങനെ വെച്ചിട്ടുള്ള എൻ്റെ ഉദ്ദേശം മനസ്സിലായില്ല. അത് ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് അറിയില്ല. അങ്ങനെ കുറച്ചുകൂടി പോകുന്നപ്പോൾ ഷോളയാർ ഡാമിൻ്റെ റിസർവോയർ, കാച്ച്മെൻറ്റ് ഏരിയ ഭാഗങ്ങളൊക്കെ കണ്ടു. വെള്ളം വളരെ കുറവാണ് കേട്ടോ. പക്ഷേ കാണാൻ നല്ല രസമാണ്.
അടിയിൽ മാത്രം കുറച്ച് വെള്ളം കിടക്കുന്നുണ്ട്. സൈഡിലൊക്കെ മൺതിട്ടകൾ പോലെ ഇങ്ങനെ വെള്ളം വറ്റി വറ്റി വന്നിട്ടുള്ളൊരു ലൈൻസും കാര്യങ്ങളൊക്കെ കാണും. അതിലേക്ക് ആരൊക്കെ റോഡ് പണിതിട്ടുള്ള പോലെയൊക്കെ തോന്നുന്നുണ്ടായിരുന്നു എനിക്ക്. അങ്ങനെ അതും കണ്ടു. ഞങ്ങൾ വീണ്ടും തേയിലത്തോട്ടങ്ങളുടെ ഇടയിലേക്ക് വാൾപ്പാറയുടെ ശരിക്കുള്ളൊരു ആംബിയൻസിലേക്ക് വന്നു തുടങ്ങിയിട്ടോ. നേരത്തേക്ക് നമ്മൾ ഒരുപാട് തേയിലത്തോട്ടങ്ങൾ കണ്ടെങ്കിലും ഇത്രയും ഒരു ക്ലിയറും ഇത്രയും അടിപൊളിയായിട്ടുള്ള തേയിലത്തോട്ടങ്ങൾ ഇപ്പോഴാണ് കണ്ടു തുടങ്ങിയിട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ പ്രത്യേക ഒരു ബ്യൂട്ടി തന്നെയാണ്. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇറങ്ങിയില്ല കേട്ടോ. ഞങ്ങൾക്ക് ഉദ്ദേശം എന്താണെങ്കിൽ നേരെ അതിരപ്പള്ളി വഴി വരുന്നു, വാൾപ്പാറ വരുന്നു, തിരിച്ച് പൊള്ളാച്ചി വഴി തിരിച്ചു പോകുന്നു. അതായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. അതുകൊണ്ട് എവിടെയും നിർത്താനുള്ളൊരു പരിപാടി ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഈ ഭാഗങ്ങളൊക്കെ ആട്ടോ ആൾക്കാർ വാൾപ്പാറയുടെ ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും അങ്ങനെയുള്ള വ്യൂ പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് അങ്ങോട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തായാലും ഈ ഭാഗമൊക്കെ നല്ല അടിപൊളിയായിട്ടോ കാണാൻ. ഞാൻ ഫസ്റ്റ് ടൈമാണ് വാൾപ്പാറയ്ക്ക് വരണത്. ആദ്യത്തെ വരവിൽ തന്നെ എനിക്ക് വാൾപ്പാറ ഭയങ്കര ഇഷ്ടപ്പെട്ടു. വെറുതെ അല്ല 7th ഹെവൻ എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഒരു പേരെന്തൊക്കെയോ വാൾപ്പാറയ്ക്ക് ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഒരുപാട്. മെയിനായിട്ട് ഇവിടുത്തെ തേയിലത്തോട്ടങ്ങളുടെ ഒരു അറേഞ്ച്മെൻ്റ് ഉണ്ടല്ലോ, അതൊരു പ്രത്യേക രസമാണ് കാണാൻ. അങ്ങനെ ഞങ്ങളുടെ യാത്ര ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കൂടെയുള്ള എൻ്റെ ഫ്രണ്ട് പറഞ്ഞു അവൻ ഒരുപാട് തവണ വന്നിട്ടുള്ളതാണ്, ഇവിടെ ഇനിയും അത്യാവശ്യം വ്യൂ പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, പോകും വഴി കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്നും നിർത്തിയില്ല കേട്ടോ. അതെന്താണെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴേക്കും നമുക്ക് ചുരം ഇറങ്ങി തുടങ്ങിയാലാണ് ആളിയാർ ഡാമിൻ്റെയൊക്കെ ആ ചുരത്തിൻ്റെ ബ്യൂട്ടിയും ആളിയാർ ഡാമിൻ്റെ ബ്യൂട്ടിയും എല്ലാ കാര്യങ്ങളും കാണണമെങ്കിൽ നമുക്ക് ഇപ്പം പിടിച്ചാലേ എത്തുള്ളൂ, അല്ലെങ്കിൽ അവിടെ എത്തുമ്പോൾ ഇരുട്ടായിരിക്കും. അങ്ങനെ ഞങ്ങൾ എവിടെയും നിർത്താതെ വീണ്ടും ചുരം ഇറങ്ങി തുടങ്ങാനുള്ളൊരു പ്ലാനായിട്ടോ. അങ്ങനെ ഓരോ ഹെയർ പിൻസായിട്ട് ഇറങ്ങി തുടങ്ങി. ഇവിടെ ടോട്ടൽ നമുക്ക് പൊള്ളാച്ചി വഴി ഇറങ്ങുകയാണെങ്കിൽ 40ഓളം ഹെയർ പിൻസ് ഉണ്ട് കേട്ടോ. റോഡൊക്കെ അത്യാവശ്യം നല്ല അടിപൊളി റോഡാണ്. പിന്നെ തമിഴ്നാട് റോഡാണല്ലോ, പറയാതിരിക്കാൻ വയ്യ, ഇത്രയും അടിപൊളിയായിരിക്കും. അങ്ങനെ ഇടയ്ക്ക് വെച്ച് ഞങ്ങളൊരു ചെറിയൊരു ചായ കുടിക്കാൻ വേണ്ടി നിർത്തി. നല്ല രസമുള്ളൊരു ഏരിയയിലാട്ടോ. അവർ മലയാളികളാണ്. അപ്പോൾ ഞങ്ങളൊരു ചായയും ഒരു ബ്രെഡ് ഓംലേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് അവരുടെ അടുത്ത് ചായയൊക്കെ കുടിച്ചു. അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇത്രയും ചൂട് വാൾപ്പാറയിൽ ആദ്യമായിട്ടാണെന്ന് പറയണേ. അങ്ങനെ ചായയൊക്കെ അവിടെ നിന്ന് കുടിച്ചു. വീണ്ടും ഞങ്ങൾ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ തിരിച്ചിറങ്ങുന്ന സമയത്ത് ഞാൻ വിചാരിച്ചത് ഇറക്കമായിരിക്കുന്നതാണ്. ഇത് ചുരത്തിൻ്റെ കുറച്ച് ഭാഗം വീണ്ടും മുകളിലേക്ക് നമ്മൾ കയറിയിട്ടാണ് പിന്നെ ചുരം ഇറങ്ങി തുടങ്ങുന്നത്. അതെനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നിയിട്ടോ. അങ്ങനെ യാത്ര തുടർന്നു. ഇപ്പം തന്നെ ഓൾമോസ്റ്റ് സൂര്യനൊക്കെ അസ്തമിക്കാറായ ഒരു ലെവലിലാണ് നിൽക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ എങ്ങനെ പോയാലും നമുക്ക് താഴെ എത്തുമ്പോഴത്തേനും രാത്രിയായിരിക്കും. അപ്പോൾ ഇടയ്ക്ക് 1-2 വ്യൂ പോയിൻറ്റ്സ് അങ്ങനെ കണ്ടു. അവിടെ നിന്ന് നിർത്തിയില്ല. ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴത്തുള്ള ആളിയാർ ഡാമിൻ്റെ വ്യൂ അതാണ്. ഈ യാത്രയിൽ ഞങ്ങൾക്ക് സ്റ്റേയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. 1 ഡേ കൊണ്ട് പോയി വരിക എന്നുള്ളൊരു ഉദ്ദേശമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു റൗണ്ട് ട്രിപ്പ്. നേരെ തൃശ്ശൂരിൽ നിന്ന് അതിരപ്പള്ളി വഴി ചാലക്കുടി അതിരപ്പള്ളി അങ്ങനെ കയറിപ്പോയി നേരെ തിരിച്ച് വാൾപ്പാറ എത്തി പൊള്ളാച്ചി വഴി നേരെ പാലക്കാട് വഴി തൃശ്ശൂരിലേക്ക് വരിക. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. എന്തായാലും ഇതുവരെ നല്ല അടിപൊളി ആയിട്ട് മുന്നോട്ട് പോയി. ഇനിയിപ്പോൾ ഞങ്ങൾ ചുരം ഇറങ്ങി തുടങ്ങാണ്ട് കുറേ കയറിയിരുന്നു. ഇനിയിപ്പോൾ വീണ്ടും നമ്മൾ ഇറങ്ങി തുടങ്ങുകയാണ്. അതിനിടയിൽ ഞങ്ങൾ ചെറിയൊരു വ്യൂ പോയിന്റ് കണ്ടിട്ടു. ആ വ്യൂ പോയിന്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു. ചുറ്റും തേയില, ഒരു സൈഡിൽ വലിയൊരു മല. കാരണം ഈ ഭാഗത്തെല്ലാം സൂര്യൻ അസ്തമിച്ചു. ആ മലയുടെ ടോപ്പിൽ മാത്രം സൂര്യപ്രകാശം നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു തേയിലത്തോട്ടത്തിൻ്റെ ലാസ്റ്റിൽ അവർക്ക് താമസിക്കാനുള്ളൊരു ലായം, അതായത് തേയില നുള്ളുന്ന ആൾക്കാർക്ക് താമസിക്കാനുള്ളൊരു സ്ഥലം, അങ്ങനെ നല്ലൊരു അടിപൊളി ബ്യൂട്ടി ആയിരുന്നു ഈ ഭാഗത്ത്. അവിടെ ഞങ്ങൾ കുറേ നേരം ഇരുന്നു കേട്ടോ. അവിടെ ക്ലൈമറ്റും നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. 24-26 ഉള്ളിലായിരുന്നു. പിന്നെ ടൈമും വൈകുന്നേരമൊക്കെ ആയല്ലോ, അപ്പോൾ ചൂടിൻ്റെ ഒരു ഇതൊക്കെ പോയി, വെയിലൊക്കെ പോയി, നല്ല ക്ലൈമറ്റായി. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ വർത്തമാനം പറഞ്ഞിരുന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് എങ്ങനെ എത്തിയാലും നമുക്ക് ആളിയാർ ഡാമിൻ്റെ വ്യൂ ഒന്നും കാണാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം നമുക്ക് ഇവിടുത്തെ ഒരു വൈബൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് താഴേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് നേരം അവിടേക്ക് ഇരുന്നു. വീണ്ടും യാത്ര തുടങ്ങിയിട്ടോ.
അപ്പോഴത്തേനും ഏകദേശം ഇരുട്ടി തുടങ്ങിയിരുന്നു. പിന്നെ ഈ ഒരു സമയം ആയതുകൊണ്ടാണെന്ന് അറിയില്ല, അത്യാവശ്യം വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ ചുരത്തിൽ. ഈ ഒരു ഹെയർ പിന്നിൽ ചെറിയൊരു സെമിത്തേരി ഒക്കെ ഉണ്ടായിരുന്നു. അത് പെട്ടെന്ന് കാണാൻ പറ്റിയില്ല, പക്ഷേ ഒരു കുരിശ് കണ്ടപ്പോഴാണ് ഞാനവിടെ സെമിത്തേരി ഉള്ളത് എനിക്ക് മനസ്സിലായത്. അതൊക്കെ കഴിഞ്ഞു ഞങ്ങളിങ്ങനെ ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇപ്പോഴും തേയിലത്തോട്ടങ്ങളെല്ലാം കാണുന്നുണ്ട്. പിന്നെ ഞാൻ കണ്ടൊരു കാര്യം, അവിടെ റോഡിൻ്റെ 2 സൈഡിലും നീലവാകകൾ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നുണ്ട്. ഈ ഒരു സമയത്താണ് തോന്നുന്നു നീലവാക പോകുന്നത്. അതൊരു ഭയങ്കര രസമായിട്ടോ കാണാൻ. ശരിക്കും അതിൻ്റെ ബ്യൂട്ടി കാണണമെങ്കിൽ നല്ല പകൽ പോകണം. ഇത് ഞങ്ങൾ അവിടേക്ക് എത്തുമ്പോഴത്തേനും അത്യാവശ്യം ഇരുട്ട് വീണ് തുടങ്ങിയിരുന്നു. അങ്ങനെ ചുരം ഞങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. 40 ഹെയർ പിൻ എന്ന് പറഞ്ഞല്ലോ നേരത്തെ, അതിലൊരു 20-22 ഹെയർ പിൻ ആകുമ്പോഴത്തേനും ക്ലൈമറ്റൊക്കെ മാറി തുടങ്ങി. നമ്മുടെ പഴയ ചൂട് കയറി വന്ന് തുടങ്ങിട്ടോ. എന്തായാലും ചുരം ഏകദേശം അടിയെത്താനായി. നമ്മുടെ ആളിയാർ ഡാമിൻ്റെ വ്യൂ കുറേശ്ശെ കിട്ടി തുടങ്ങി. പക്ഷേ കറക്റ്റായിട്ട് കാണാനുമില്ല, നേരം ഇരുട്ടി വരല്ലേ. നല്ല വലിയൊരു ഡാമാട്ടോ ശരിക്കും പറഞ്ഞാൽ. വെള്ളം വളരെ കുറവാണ്, പക്ഷെ എന്നാലും ഡാമിൻ്റെ ഒരു വലിപ്പം ഇവിടുന്ന് നോക്കുമ്പോൾ വളരെ വലിയതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഡാമിൻ്റെ വ്യൂ ഇങ്ങനെ കണ്ട് ചുരം ഇറങ്ങി പോവുകയാണ്. ശരിക്കും ഇങ്ങോട്ടൊക്കെ വരേണ്ടത് ഒരു സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ സമയത്താട്ടോ. അപ്പോഴാണെങ്കിൽ ഡാമിൽ നല്ലോണം വെള്ളം ഉണ്ടാവും. ഈ കാണുന്ന മലനിരകളെല്ലാം നല്ല പച്ചപ്പും നല്ല ക്ലൈമറ്റൊക്കെ ആയിരിക്കും. എന്തായാലും ഈ വന്ന സമയം ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കി യാത്ര അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ മെല്ലെ ചുരം ഇറങ്ങി താഴെത്തി. അപ്പോഴത്തേക്കും നേരം നല്ല ഇരുട്ടിയിരുന്നു. എന്തായാലും പുതിയൊരു യാത്രയായിട്ട് വീണ്ടും വരാം. ബൈ.